മോർണിംഗ് സർ. ഗ്ലാസ് എടുക്ക. ഞാൻ പഠിക്കാൻ വന്നതാ. ഗ്ലാസ്. അമ്മയ്ക്ക് മകൾ ലോക്കൽ ഗാർഡിയനായി വരുന്നത് ലോകത്തിലെ ആദ്യ സംഭവമാണ്. കത്രീനെ പിള്ളേരൊന്ന് വരട്ടാൻ നോക്കിയല്ലേ. റാഗിങ് പാടില്ലെന്ന് നിയമമുള്ളതാ. ബോർഡ് വരെ എഴുതി തൂക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? തല തിരിഞ്ഞത് തിരിഞ്ഞേയിരിക്കും. കുഴപ്പമൊന്നുമില്ല സാർ, നല്ല രസമുണ്ടായിരുന്നു. രസമുണ്ടെന്ന് കരുതി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഇല്ല സാർ. താൻ നോക്കിക്കണ്ട് നിന്നോണം. പരിഹസിക്കുന്നവർക്ക് നല്ല മാർക്ക് വാങ്ങി മറുപടി കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കത്രീന ഒരു മാതൃകയായിരിക്കും. ശരി സാർ. പിന്നെ ഈ വേഷം കിട്ടുന്ന ഒഴിവാക്കണം. ഒഴിവാക്കാൻ സാർ. ശരി 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 ശരി. ഞാൻ ലോക്കൽ ഗാർഡിയനോട് പറയാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ താനായിരിക്കും ഉത്തരവാദി. ഒരു കുഴപ്പമില്ല സാർ. കളഞ്ഞു രാമകഥ പാട്ട് കേട്ടവന്മാര് നാണിച്ചു പോയെന്നാണ് പിള്ളേര് പറയുന്നത്. ഫോട്ടോയും കിട്ടി. ഇപ്പൊ എടുത്തത്. ഇതാണ് കോളേജ്. സാന്ദ്രയുടെ മമ്മിയല്ലേ? സിസ്റ്ററാ. ഒന്നിങ്ങോട്ട് വന്നേ. ഈ പടത്തിന് എന്നാ വില? ഒരെണ്ണം 8 രൂപയാകും. എന്റെ ഉണ്ണീശോയെ, ഈ ഡൂക്കിന് പടത്തിന് 8 രൂപയോ? താഴോട്ട് വരുമ്പോ വില കൂടും. എന്റെ കത്രീനെ കുട്ടി കിലോയ്ക്ക് 45 രൂപ വെച്ച് പച്ചക്ക വാങ്ങിച്ച് പഴിപ്പിക്കുന്നതാ. ഇതിലും മുഴുപ്പുള്ള കിലോയ്ക്ക് 35 രൂപയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് ഇറക്കി തരാം. എന്താ സംശയം? കിലോയ്ക്ക് 40 വെച്ച് ഞാൻ തരാം. ആഴ്ചയിൽ 100 കിലോ വെച്ച് ഇറക്കിക്കോ. വാക്കുറപ്പിച്ചല്ലോ. ബീരാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. എനിക്ക് എന്താന്ന് വെച്ചാലേ, നമ്മളൊരു വാക്ക് എന്നടി ഇവിടെ പഠിക്കാൻ വന്നത് അതോ കച്ചവടത്തിന് വന്നതോ? എന്റെ വണ്ടിക്കൂലികളുടെ കാശ് ഞാൻ ഒപ്പിച്ചെടുത്തോളാം. നീ ഇതിൽ ഇടപെടണ്ട, വൃത്തി കെട്ടവളെ. പിന്നെ പടവലം, പാവല്, കോവല്, കാച്ചില്, ചേന, ചേമ്പ്, കപ്പ, മത്തങ്ങ, അച്ചിങ്ങ, വഴുതനം, തക്കാളി, പച്ചമുളക് എന്നാന്ന് വെച്ചാൽ മലക്കറി കൊണ്ടും തട്ടിയേക്കാം. പ്രധാനപ്പെട്ട കാര്യം ജൈവ പശുവിന്റെ 20 ലിറ്റർ പാലെങ്കിലും മേടിക്കണം. എന്നാ പറയുന്നു? ചാണകം കുഴിവെട്ടി ഇവിടെ തട്ടിയ ബയോഗ്യാസ് എല്ലാത്തിനും എളുപ്പമുണ്ട്. സർക്കാരിന്റെ പാചകവാതകത്തെ നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. ഇപ്പൊ വരെ അവള് വിളിക്കുന്നു. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് മതി കച്ചവടം. എന്നടി നിനക്ക് നാണക്കേട്? വിഷമരുന്ന് അടിച്ച പച്ചക്കറി ഇന്നോണ്ടിരുന്നവർക്ക് ജൈവ വിളവിട്ട നല്ല പച്ചക്കറി ഇല്ലയോ കൊടുക്കുന്നേ? ഉപകാരം ഇല്ലയോ? അതിന്റെ കൃഷി ചെയ്യുന്നതിന്റെ ചെറിയ ചെറിയ തക്കാപ്പിച്ച ചിലവൊക്കെ ഞാൻ മേടിക്കുന്ന അത്രേ ഉള്ളൂ. വിദേശത്ത് പഠിക്കുന്ന പിള്ളേർ പഠിക്കുന്നതിനോടൊപ്പം പണിയെടുക്കൂടെ ചെയ്യും. അല്ല നിങ്ങളെ പോലെ തന്തേ തള്ള എടുത്തും ഇത് മേടിച്ചതാ അത് മേടിച്ചതാ എന്നൊന്നും പറയാറില്ല. പിള്ളേരായാൽ നല്ല ഉത്തരവാ. അയ്യോ, നിങ്ങൾ എന്നാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? അതെന്നാ അവിടെ? അത് ലവേഴ്സ് കോർണർ. എന്നത്? എന്നാ പിള്ളേരെ നിങ്ങളെല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യക്കോലത്തെ കണ്ടിട്ടില്ലേ? എന്നാടാ ഇളിക്കുന്നേ? നിന്റെ ഇളി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അടങ്ങി ഒതുങ്ങി മര്യാദക്ക് പഠിച്ചോണം. ഞാൻ പഠിക്കാൻ മാത്രം വന്നതല്ല, നിങ്ങളെല്ലാരെയും മര്യാദ പഠിപ്പിക്കാൻ പ്രിൻസിപ്പൾ എനിക്ക് പൂർണ്ണ അധികാരം തന്നിട്ടുണ്ട്. ചേച്ചിയുടെ പാട്ടുഗ്രൻ ഒന്നുകൂടെ പാടണം. നിനക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, പാടാലോ. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പറയുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം. ഇതെന്താ കാളച്ചന്തയോ? ടീച്ചർ ഈ ചേച്ചി അവിടെ അയ്യോ, റോസക്കുട്ടി എന്നെ മനസ്സിലായില്ലടി? ഞാനാ പുത്തമ്പലക്കല കത്രീന. നിനക്ക് ഒരു മാറ്റവും ഇല്ലടി. പണ്ടത്തെ പോലെ തന്നെ പിള്ളേരെ നിങ്ങൾക്കറിയാവോ, സ്കൂളിൽ ഞാനോളും ഒറ്റ ബെഞ്ചിരുന്ന് പഠിച്ചതാ. നിങ്ങൾ പഠിക്കാൻ വന്നാണോ? ആണടി, ഇപ്പഴാ പഠിക്കണമെന്ന് ആഗ്രഹം വന്ന. ടീച്ചർ റോസ്കുട്ടി ടീച്ചർ. Go to your seat. അയ്യോ, ഇംഗ്ലീഷ് പറയുന്നു. Go to your seat. മൂക്കില് പല്ല് മുളയ്ക്കുമ്പോ പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും പണ്ടാരങ്ങള്. ശരിയാ, ഞാൻ മൂക്കി പല്ല് വന്നതിന് ശേഷമാ പഠിക്കാൻ വന്നേ. പക്ഷെ ഇവള് പല്ല് വന്ന കാലം തൊട്ടേ വണ്ടി എന്ന് വെച്ചാൽ മരവണ്ടിയാ. പിള്ളേച്ചനെന്ന് എഴുതിയ പള്ളിയിലെ ചെന്ന് വായിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ എഴുതിപ്പോണ്ടല്ലോ, കുഞ്ഞിരാമ്പിള്ളി എന്ന് വായിച്ച് ഭാഷ തലക്കിൽ കിഴി കൊടുത്തു. 10ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചതിന് 3 വട്ടത്തേക്കാ ഡീവാർ ചെയ്ത് കളഞ്ഞത്. അയ്യോ എന്റെ കർത്താവേ, ഒന്നും പറയണ്ട. പിന്നെ എങ്ങനെ റോസക്കുട്ടി നീ ടീച്ചറായേ? കാശോട്ടെ എന്നല്ലാ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപികയെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ഹരാസ് ചെയ്യാൻ കുട്ടിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി?
വന്നപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. വെറുതെ അല്ല മനു പറഞ്ഞത് നസ്രീ സ്വന്തം അർഹതി. സാർ മനുവിന് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി സാർ. എന്റെ അവസ്ഥ സാർ ആലോചിക്കണം. പിതൃരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രരക്ഷതി വാർദ്ധക്യ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി ഇതാണ് സാർ. എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? പടപൊരുതി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് സാർ. ഒറ്റക്കാണോ? സാർ അതിന് പേടിക്കണ്ട സാർ. ഒരു 10-15 പേരുടെ ധൈര്യം എനിക്കുണ്ട്. കൂടുതൽ ഓവർ സ്മാർട്ട് ആവണ്ട. ഓ സാർ